guys, welcome back to UPSC Talks. IPS, Indian Police Service. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ജോബാണിത്. ഒരുപാട് പേരുടെ ഒരു വലിയ സ്വപ്നം. നമ്മുടെ രാജ്യത്തിനായി സേവനം ചെയ്യാനും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ നീതിക്കും ഉന്നമനത്തിനുമായി പോരാടാനുള്ള ഒരു മഹത്തായ അവസരം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണനിർമ്മാണത്തിൽ വലിയൊരു പങ്കുവഹിക്കുന്ന IPS എന്ന സ്വപ്നം കൈവരിക്കണമെങ്കിൽ വഴികളും കുറച്ചു കഠിനമാണ്. ഉറച്ച ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നേറിയാൽ മാത്രം നമുക്ക് നേടിയെടുക്കാനാവുന്ന ഒന്നാണ് IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഓൾ ഇന്ത്യ സിവിൽ സർവീസുകളിൽ ഒന്നാണ് IPS. UPSC നടത്തുന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എക്സാമിലൂടെയാണ് IPS ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. IAS, IFS, IRS തുടങ്ങി മറ്റ് 24 സർവീസുകളിലേക്ക് കൂടിയുള്ള ഒരു എക്സാമാണ് ഇത്. സ്റ്റേറ്റ് പോലീസ് സർവീസുകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചില ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ വഴിയായും IPS ലഭിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമോ തതുല്യ യോഗ്യതയോ ഉള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് സിവിൽ സർവീസ് എക്സാം എഴുതാൻ യോഗ്യരായിട്ടുള്ളത്. കുറഞ്ഞ പ്രായം 21-നും കൂടിയ പ്രായം 32-നും ഇടയിലുള്ളവർക്ക് ആണ് എക്സാമിന് അപേക്ഷിക്കാൻ കഴിയുക. SC, ST, OBC, എക്സ് സർവീസ്മെൻ, അംഗപരിമിതർ എന്നിവർക്ക് പ്രത്യേക ഇളവുകളും നൽകിയിട്ടുണ്ട്. എക്സാം എഴുതാൻ ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക് 6 അറ്റംപ്റ്റ്സ് ആണ് ഉള്ളത്. SC, ST കാൻഡിഡേറ്റ്സിന് എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും എഴുതാം. OBC, അംഗപരിമിതർ എന്നിവർക്ക് 9 അറ്റംപ്റ്റ്സ് വരെ അവസരമുണ്ട്. UPSC എക്സാമിൽ 3 ഘട്ടങ്ങളാണുള്ളത്: പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം ആൻഡ് ഇൻ്റർവ്യൂ. ഇതിൽ മെയിൻസ് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ടോട്ടൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണ്ണയിക്കുക. ഈ റാങ്ക് അനുസരിച്ചാണ് സർവീസ് അലോക്കേഷൻ. ഒരു വർഷം സാധാരണയായി 150ഓളം പേർക്കാണ് IPS കിട്ടാറുള്ളത്. ജനറൽ കാറ്റഗറിയിൽ IPS കിട്ടണമെങ്കിൽ ഒരു 200 റാങ്കിനുള്ളിൽ എങ്കിലും വരണം. പിന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സർവീസ് കൂടിയാണ്. ആയതിനാൽ കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി മീറ്റ് ചെയ്താൽ മാത്രമേ ഒരു IPS ഓഫീസർ ആവാൻ സാധിക്കൂ. UPSC ഇൻ്റർവ്യൂവിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇതിനായി ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് വേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. ST കാൻഡിഡേറ്റ്സിന് ആണെങ്കിൽ ഇതിൽ നിന്നും 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ലഭിക്കും. ഇനി ചെസ്റ്റ് വേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിന് 84 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 79 സെൻറ്റിമീറ്ററുമാണ്. കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് 5 സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കണം. ഇതുകൂടാതെ ബ്ലഡ് പ്രഷർ ലെവൽ, ഐസൈറ്റ്, ഇയർ ക്യാവിറ്റി തുടങ്ങിയ കുറച്ച് മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് കൂടി മീറ്റ് ചെയ്യണം. ഇതെല്ലാം മീറ്റ് ചെയ്ത് IPS ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യ 2 വർഷം ട്രെയിനിങ് പീരിയഡാണ്. ഒരു IPS ഓഫീസറിൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും സുന്ദര നിമിഷങ്ങൾ തന്നെയായിരിക്കും ഈ ട്രെയിനിങ് പീരിയഡ്. ആദ്യ 3 മാസം മസൂറിയിലെ ലബ്സനയിൽ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇത് IAS, IPS, IFS എന്നീ 3 ഓഫീസേഴ്സിനും കോമൺ ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അതിനുശേഷം IPS ഓഫീസേഴ്സിനെ ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ 11 മാസത്തെ അക്കാഡമിക് ട്രെയിനിങ്ങിനായി അയക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കേഡറിൽ 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അതിനുശേഷം വീണ്ടും 1 മാസത്തെ അക്കാഡമിക് ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും IPS ഓഫീസേഴ്സിൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയിരിക്കും. IPS ഓഫീസേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി 56,000 രൂപ മുതലാണ്. ഇതുകൂടാതെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ഒഫീഷ്യൽ വെഹിക്കിൾ, ഡ്രൈവർ, സെക്യൂരിറ്റി ഗാർഡ്സ്, ഹെൽപ്പേഴ്സ്, ഫ്രീ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ബിൽ, ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ മറ്റ് ഫെസിലിറ്റീസും ലഭിക്കും. ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ ബേസിക് ലെവലിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും IPS ഓഫീസേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു നെടുംതൂണായി തന്നെ നമുക്ക് IPS ഓഫീസേഴ്സിനെ വിശേഷിപ്പിക്കാം. ഉറച്ച ലക്ഷ്യബോധത്തോടെ മുന്നേറിയാൽ നിങ്ങൾക്കും കീഴടങ്ങാനാവുന്ന ഒരു സ്വപ്നം തന്നെയാണ് IPS. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.